വിഷു ഒക്കെ അല്ലേ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ അതിൻ്റെ സജ്ജീകരണങ്ങളിലാണ് ഞാൻ. നമ്മുടെ ഒരു കുഞ്ഞ് കൃഷ്ണനാണുള്ളത്. അപ്പം ഇന്ന് ഞാൻ എടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുമായിരുന്നു. അപ്പം അതൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തുള്ളതൊരു കുഞ്ഞ് വിളക്കാം. ഇത് ഞാൻ സാധാരണ വീട്ടിലൊക്കെ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ഭസ്മം ഇട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എന്നാ പറയാ, ഇത് പാക്കേജ് ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ വിളക്കൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് പറ്റണ രീതിയിൽ ഒരെണ്ണം എടുത്തതാണ് കേട്ടോ ഇത്. ചെറിയൊരു വിളക്കാണ്, കുഞ്ഞൊരു വിളക്ക്. നമ്മളിന്ന് കടയിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് വാഴയില കിട്ടി. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഈ വിഷുവട എന്ന് പറയുന്നതില്ലേ അതുണ്ടാക്കി നോക്കാന്നേ. സാധാരണ എനിക്കിതൊന്നും ഉണ്ടാക്കി യാതൊരു വിധ ശീലമില്ല. പണ്ട് അമ്മയൊക്കെ അടുക്കളയിൽ എന്തെങ്കിലത്തിനൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമായിരുന്നത് കൊണ്ട് എനിക്ക് ഈ പാചക ഏരിയയിലേക്ക് അത്ര വലിയ പ്രാവീണ്യമൊന്നും ഇല്ല. പിന്നെ ഏതെങ്കിലും ചേച്ചിമാരുടെ നല്ല നല്ല വീഡിയോസ് നോക്കി ഉണ്ടാക്കാന്നേ ഉള്ളൂ. എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാം. വെള്ളം കൂടിപ്പോയോ? വെള്ളം കൂടിപ്പോയി. ആരവസാനം വെള്ളം ഒഴിച്ചേ? ഞാനല്ല, താനല്ലേ വെള്ളം ഒഴിച്ചോണ്ടിരുന്നത്. ഞാൻ അവസാനത്തെ വെള്ളം ഒഴിച്ചത് ഞാനല്ല. കണ്ടോ, എന്തെങ്കിലും എവിടെയെങ്കിലും പാളിപ്പോയി അത് എന്റെ കുറ്റമാണേ. ഇതിനകത്ത് ഇച്ചിരിയും കൂടെ പൊടി ഇട്ട് നോക്കാം, ശരിയാവായിരിക്കും. സെറ്റ് ആവുമായിരിക്കും. എന്താ വെള്ളം പാകയോ? ഒരുവിധം. പക്ഷെ വീഡിയോയിലൊക്കെ ഈ ചേച്ചിമാർ എല്ലാരും ഒരു ബോൾ പോലെ ആക്കുന്നുണ്ട്. ഞാൻ അതാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കയ്യിലെടുത്ത് ചുരുട്ടേണ്ടി വരും. ചേച്ചിമാർക്ക് സ്ഥിരമായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും. മുത്തിന് അറിയില്ലല്ലോ മുത്തേ. വെയിറ്റ്. അപ്പം അങ്ങനെ പെട്ടെന്നൊരു അർജന്റ് സിറ്റുവേഷൻ വന്നതുകൊണ്ട് എൻ്റെ ക്യാമറാമാൻ എന്നെ ഇട്ടേച്ച് പോയി. അപ്പോൾ ഇനി ഇത് ഓൺ കോൾ ആയിരുന്നേ. അപ്പം എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ചാൽ പോകണം. അപ്പം അങ്ങനെ പോയേക്കുവാണ്. അപ്പം ഞാൻ തന്നെ ആയി. ഞാൻ തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ തേങ്ങാ പൊടിയാണ് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിരണ്ടി എടുത്ത ആ ഒരു സിറ്റുവേഷനിലേക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര പൊടിയാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. ഇങ്ങ് വരുന്നില്ല. ഇച്ചിരി ജീരകം, എനിക്കിതിൻ്റെ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഈ ജീരകവും ഏലക്കയും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഉള്ള സ്മെല്ല് നല്ല രസമല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇല കീറി സെറ്റ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ വാഴയിലെല്ലാം കീറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നാട്ടിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാറുന്ന സാധനങ്ങൾക്കൊക്കെ എത്രമാത്രം വില ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു വാഴയിലയുടെ ഇവിടുത്തെ വില 80 പെൻസ് ആണ് കേട്ടോ. അപ്പോൾ നാട്ടിലെ 80-90 രൂപ ഒരു വാഴയിലയുടെ. തന്നെത്താൻ കുക്കിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാം ചോദിക്കാറുണ്ടായിരുന്നു എല്ലാം പഠിച്ചല്ലേ എന്നൊക്കെ. പക്ഷെ ഇല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും ഷാൻജിയാണ് എൻ്റെ ദൈവം. ഇപ്പോഴും എന്തെങ്കിലും ചമ്മന്തി അരയ്ക്കണമെങ്കിൽ വരെ ചില സമയത്ത് എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ്. അതിങ്ങനെ കണ്ട് ശീലമായതുകൊണ്ടാണ്. ഒരു ഉറപ്പ് വരുത്താൻ ഇപ്പോഴും നോക്കും. ഓക്കേ, ഇതേ ഇത്രയും പരത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് കയറ്റാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ടേ. നല്ല സൗണ്ട്. മധുരം കുറഞ്ഞു പോയില്ലേ? കുഴപ്പമില്ല, മധുരം കുറഞ്ഞിരിക്കണമല്ല, അല്ലെങ്കിൽ മട്ടിപ്പോവും. അപ്പൂന് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ പല പ്ലാനുകളും പാളിപ്പോയായിരുന്നു കേട്ടോ. അതിലൊന്നായിരുന്നു ഒരു മുല്ലപ്പൂമാല വാങ്ങാൻ പോകുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. UK ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്.
അപ്പോൾ ഒരുപാട് പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും എല്ലാം ഒന്നും പറിക്കുന്നത് ലീഗലി നമുക്ക് പറ്റുന്നതല്ല, ഇല്ലീഗലാണ് പലതും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്തു തരുന്നത് നമ്മുടെ ഒരു നെയ്ബറാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ പൂ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. കണിയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കൃഷ്ണൻ്റെ മാലയില്ലാത്തതിൻ്റെ ചെറിയൊരു കുറവ് തോന്നി. അപ്പോൾ മുല്ലപ്പൂ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത് ചെറി ബ്ലോസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏറെക്കുറെ കണ്ട ഒരു മുല്ലപ്പൂ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതൊന്ന് മാല കെട്ടി നോക്കാം, എന്താവും എന്നറിയില്ല. അതിന്റെ അറ്റത്ത് കെട്ടുവോ, ഇങ്ങനെ കെട്ടി പോകും. ഇതിൽ കെട്ടാനൊന്നും എനിക്കറിയില്ല. അല്ല, അതിന്റെ തുമ്പത്ത് അതിന്റെ അടിയിലാണോ കെട്ടുന്നത്? അതാ ഞാൻ ചോദിച്ചത്. അതിന്റെ തണ്ടിന്റെ അവിടെ എനിക്ക് കെട്ടാൻ അറിയില്ല. അകത്തൂടെ കയറ്റുവോ? അപ്പം അതിലും നല്ലതല്ലേ കെട്ടി കെട്ടാൻ അറിയില്ല. മറ്റേ കെട്ടിയാ മതിയല്ലോ, ഇങ്ങനെ കറക്കി. അമ്മച്ചി കേട്ടോ? അല്ല, സ്റ്റിച്ച് ഇട്ടിടുന്ന പോലെ. ഇത് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ തടർന്നു പോകുന്നു. ഇതൊക്കെ നൈസ്. ഇപ്പൊ ഇത് ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. ഏറെക്കുറെ കണ്ട ഒരു മുല്ലപ്പൂ പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് നമുക്കൊരു മാലയാക്കാം. സെറ്റ്. ലൈഫിൽ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒന്നാണ് കേട്ടോ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ. നമ്മളിവിടെ എത്രയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നാട്ടിൽ നമ്മൾ ആഘോഷിക്കുന്ന ആ ഒരു വൈബുണ്ടല്ലോ, അതൊരിക്കലും ഇവിടെ കിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, വിഷു ദിവസത്തെ ആഘോഷത്തെക്കാളും എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം വിഷുവിൻ്റെ വൈകുന്നേരമാണ് കേട്ടോ. ഒരു 6 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഒരു തോട്ടിലേക്ക് എടുത്ത് പതിയെ പോയി കണിക്കൊന്നയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ചക്കയും മാങ്ങയൊക്കെ ശേഖരിച്ച് കൊണ്ടേ വെച്ച് വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ സാധനങ്ങളും പറമ്പിൽ നിന്നും കടകളിൽ നിന്നൊക്കെ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലും സന്തോഷമൊക്കെ ഇല്ലേ, അതൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. വിഷുക്കണിയിൽ നമ്മൾ വെക്കുന്ന ഓരോരോ വസ്തുക്കൾക്കും അതിൻ്റേതായ പ്രാധാന്യവും ഐതിഹ്യമൊക്കെ ഉണ്ടെന്ന് അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളി ഭൂമിയുടെ പ്രതീകമാണ്, അതുപോലെ കദളിപ്പഴം കൃഷ്ണന് വേണ്ടി, മാമ്പഴം മുരുകന് വേണ്ടി, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നും കിട്ടില്ല, എന്നാലും ഉള്ളതൊക്കെ വെച്ച് നമുക്കൊന്ന് ചെയ്യാം. സാധനം കണിക്കൊന്ന കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഇത്രയും മാത്രം കേട്ടോ. എല്ലാം വാടിപ്പോയായിരുന്നു. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ തണ്ടിലത്തൊന്നും ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ വെച്ച് നമ്മൾ ഒരുവിധം നമ്മുടെ കണ്ണിൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അത്യാവശ്യം നന്നായിട്ട് ഈ കണ്ണ് റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. ഇനി വലിയ താമസമില്ലാതെ പോയി കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീറ്റ് കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇതൊന്ന് കാണുമ്പോഴായിരിക്കും ഒന്നും കൂടി ഒരു രസം തോന്നുന്നത്. രാവിലെ കണിയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷുക്കൈനീട്ടം കൊടുത്ത് അതങ്ങ് കോംപ്രമൈസ് ആക്കി. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ്ടേ. ഒന്നുമില്ലെങ്കിൽ ഇത്രയൊക്കെ ഒരുങ്ങി ഒരു വിഷുവിന് വേണ്ടി റെഡി ആയതല്ലേ, അപ്പോൾ പിന്നെ അതും ആവട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്ന പ്ലേസ്. നല്ലൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളാലേ. അഭിനയിക്കുവാന്ന് ഒരു മനുഷ്യനും പറയില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു പാർക്കാണ്. അങ്ങനെ അധികം ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കാറ്റായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഈ കാറ്റത്ത് ഇങ്ങനൊരു ഔട്ട്ഫിറ്റിൽ അധിക നേരം പുറത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തി പതിയെ സദ്യക്കുള്ള പരിപാടികൾ നോക്കി. കറികളൊക്കെ ഫ്രോസൺ മേടിക്കുക എന്നതുകൊണ്ട് ഇത്തവണ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല കേട്ടോ.
അല്ലെങ്കിൽ സാധാരണ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 3 മണി 4 മണിയൊക്കെ ആവും നമ്മൾ സദ്യ കഴിക്കുമ്പോൾ. ഇത്തവണ എന്തായാലും അതൊന്നും വേണ്ടി വന്നില്ല, എല്ലാം മേടിക്കുകയായിരുന്നു. ആകെ നമുക്ക് ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ആ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞു. സദ്യക്ക് കറി വിളമ്പാൻ ഓരോരോ രീതികളൊക്കെ ഉണ്ടെങ്കിലും എനിക്കതൊന്നും അറിയില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്ന കറികളൊക്കെ ഇലയുടെ ഓരോ ഭാഗത്തായിട്ട് എടുത്തു വെച്ചു. 2 കൂട്ടം പായസം ഉൾപ്പെടെ ഏതാണ്ട് 24 കൂട്ടം ഐറ്റം ഉണ്ട് ഇന്ന് നമുക്ക് സദ്യക്ക്. സാധാരണ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഉണ്ടാക്കി നോക്കുക ചെയ്യാറ്. പക്ഷേ ഈ വർഷം കുറച്ചും കൂടെ സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുമല്ലോ എന്നോർത്ത് സദ്യ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് തീരുമാനിച്ചു. നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ അമ്മയൊക്കെ തലേ ദിവസം തൊട്ടേ കറികൾ ഉണ്ടാക്കി തുടങ്ങുമായിരുന്നു. അന്നൊന്നും ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് സത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് സ്വന്തമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഇതിനൊക്കെ വേണ്ടി വരുന്ന കഷ്ടപ്പാടും സമയവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലായത്. കറിയെല്ലാം വിളമ്പി വന്നപ്പോഴേക്കും ഇല മൊത്തത്തിൽ നിറഞ്ഞു കേട്ടോ. ഇവിടേക്ക് വന്നതിൽ പിന്നെ വർഷത്തിലാകെ 2 തവണ മാത്രം നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ സദ്യ കഴിക്കൽ. ആകെ ഓണത്തിനും വിഷുവിനും മാത്രം. ആഹാ, കാണാൻ തന്നെ എന്തായാലും ഒരു ഐശ്വര്യം. ഇനി പതിയെ ഇരുന്നൊന്ന് കഴിക്കാം. സദ്യ കഴിച്ച് ക്ഷീണിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കും. വയറും നിറഞ്ഞ് കസാരനൊന്ന് നീങ്ങാൻ പോലും പറ്റുന്നില്ല. 2 കൂട്ടം പായസം, പഴം, ഇനിയിപ്പോൾ ഹലുവയും ചക്കലുവയും കൂടെ ബാക്കിയുണ്ട്. നമ്മളൊരു ഗംഭീര സദ്യയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.